അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് സഹതാപ തരംഗമുണ്ടാക്കാൻ ശ്രമിച്ചത് ഭംഗിയായില്ല എന്നെനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഈ ആളുകൾ പറയുന്നു ഈ ലഈഫായ ഹദീസ് സക്കരിയ സലാഹി കൊണ്ടുവന്നതാണ്. ഒരു തെളിവ് നിങ്ങൾ ചോദിച്ചു നോക്കാണ്, എന്താണ് സക്കരിയ സലാഹി കൊണ്ടുവന്ന തെളിവുണ്ടോ? ഇത് 1980കളിൽ ശബാബിൽ ചോദ്യം വന്നു. ഇങ്ങനെ വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കുവീൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. മരിച്ചുപോയ ശബാബിൽ വന്ന ചോദ്യോത്തരം പുസ്തകമാക്കിയതാണ്. ആ പുസ്തകത്തിൽ ഇന്നും അതുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞ വിഷയം എന്താ? മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകൾ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാകും. അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാഹിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും മിഥ്യയും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന്. ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? മറുപടി ചെറിയമണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ്. കെപിയും ഉമർ മൗലവിയും കെഎൻയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുത്ത മറുപടി അത്. നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വരികയാണ്. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയ കാര്യമാണ് അല്ലാഹു അല്ലാത്തവരും ദുആ ചെയ്യാൻ പാടില്ല എന്നത്. ഇതിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഹദീസോ ഹദീസിന്റെ വ്യാഖ്യാനമോ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവെയും അവന്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ വചനത്തിന് താഴെ മാത്രമേ മറ്റേത് വചനത്തിനും ഒരു സത്യവിശ്വാസി സ്ഥാനം കൽപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ ഖുറാഫികള് മരിച്ചോലെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇത് കൊണ്ടുവന്നു. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ദുർബല ഹദീസിന് അവർ ഉപയോഗിക്കുന്നതിന്. ഇത് കേട്ടോളൂ. ആ മറുപടിയിൽ ഇങ്ങനെ വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. ഈ പംക്തിയിൽ തന്നെ പലതവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദ്, അടിമകളെ എന്ന വിളി പല ഖുർആൻ വാക്യങ്ങളിലുമുണ്ട്. ഇത് അടിമകളോടുള്ള പ്രാർത്ഥനയാണെന്ന് കാര്യബോധമുള്ള ആരും പറയില്ല. പ്രവാചകന്മാർ പല കാര്യങ്ങളിലും മനുഷ്യന്മാരോട് സഹായ സഹകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥനയല്ല. കണ്ടോ? അപ്പൊ യാ ഇബാദുല്ലാ എന്നത് എന്തല്ല? പ്രാർത്ഥനയല്ല, ഒരു വിളി മാത്രമാണ്. ഇനിയും കേട്ടോ, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന അല്ലാഹുവല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. ഇനിയോ ഇവിടെ എന്തുകൊണ്ട് പ്രാർത്ഥനയല്ല? അതാണ് പറയാൻ പോണത്. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ഹാലറായ പ്രസന്റായ ജിന്നുകളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. കണ്ടോ? ചെറിയമുണ്ട 80കളിൽ എഴുതിയതാണ്. 2009 ഈ വിവാദം ശക്തിപ്പെട്ടപ്പോൾ വീണ്ടും മടവൂരികൾ കുത്തി ചോദിച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ശബാബിൽ വീണ്ടും ഇപ്പോ ഖുറാഫികളുമായിട്ട് ഇപ്പൊ ഒരു വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിൽ ചെറിയമുണ്ടം എഴുതിയതിനെ പറ്റി ചോദിച്ചു. അപ്പോഴും ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും അത് ശിർക്ക് തന്നെയാണ് എന്ന് വാദപ്രതിവാദക്കാർ പറഞ്ഞു. പക്ഷെ ചെറിയമുണ്ടം ഈ ശബാബിലും എഴുതിയിട്ടുണ്ട്. അതിലും മൂപ്പരത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നിടത്തു തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഈ ചർച്ച ഞാൻ കൊണ്ടുവന്നതാണോ? 1983 എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രിലിമിനറിക്കോ മറ്റോ പഠിക്കുന്ന കാലമാണ്. അന്നാണ് ഈ ചർച്ച ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞു 2001 ഇത് പുസ്തകമാക്കി ഇറക്കി. പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്കും മറുപടി. 2005 ഇതിന്റെ സെക്കൻഡ് എഡിഷൻ വന്നു. പിന്നെ നിത്യജീവിതത്തിലെ ഇസ്ലാമി എന്ന വേറൊരു പുസ്തകത്തിലും യുവത ഈ ചോദ്യോത്തരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഇത് ചർച്ചയാക്കിയത് യഥാർത്ഥത്തിൽ ശബാബാണ് 1980കളിൽ. 2004 അത്തൗഹീദ് മാസിക, മടവൂരികൾ പുറത്തിറക്കുന്ന അത്തൗഹീദ് മാസികയിൽ മലക്കുകളെ സംബന്ധിച്ച് ഒരു ലേഖനം കെ മുഹമ്മദ് സുല്ലമി എഴുതിയിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് എഴുതി, ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അത്തൗഹീദ് മാസിക 2004 ഏപ്രിൽ. അപ്പൊ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. ചെറിയമുണ്ടൻ പറഞ്ഞെന്താ? വിജനമായ പ്രദേശത്ത് ജിന്നുകൾ ഉണ്ടായേക്കാനിടയുണ്ട് ഹാലറായിട്ട്. അവരെ കഴിവ് നൽകപ്പെട്ട വിഷയ ചോദിക്കുന്നത്, അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല.
അപ്പൊ ഇത് ജിന്നും മലക്കൊക്കെ ഉള്ള വിഷയമാണ്, ഇത് പ്രാർത്ഥനയല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 2004 മണ്ണാർക്കാട് സംവാദം നടന്നു. ആ സംവാദത്തിന്റെ സന്ദർഭത്തിൽ എന്താണ് ഉണ്ടായത്? ആ സംവാദത്തിന് ചോദ്യം വന്നു. ചോദ്യം വന്നപ്പോൾ ഞാനതിന് കൊടുത്ത മറുപടി അത് നിങ്ങളൊന്ന് കേട്ടോളൂ. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുല അവിടെ. ഹദീസുൽ വരിയിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിൽ. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനായോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിറാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി അഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അതിന് നിങ്ങളെ തെളിവ് കൊണ്ടല്ലേ. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമതീയത്തുമായി അപ്പൊ വിഷയം വളരെ വ്യക്തമാണ്. 2004 മണ്ണാർക്കാട് വെച്ച് ഖുറാഫികളുമായി നടന്നിട്ടുള്ള സംവാദത്തിൽ അലവി സഖാഫിയും അതുപോലെ സുലൈമാൻ സഖാഫിയും ചോദിച്ചു, യാ ഇബാദല്ലാഹി അഗീസൂനി തെളിവായിട്ട് ഉദ്ധരിച്ചു. അപ്പൊ ഞാൻ സലഫി പണ്ഡിതന്മാർ കൊടുക്കുന്ന മറുപടിയാ കൊടുത്തത്. എന്താ കൊടുത്തത്? ഒന്ന്, അത് ലഈഫാണ്, ദുർബലമാണ്, തെളിവിന് പറ്റൂല. നമ്മൾ വാദപ്രതിവാദത്തിൽ സഹീഹായ ഹദീസ് മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ. രണ്ടാമത് പറഞ്ഞെന്താണ്? ഈ സഹീഹാണെങ്കിൽ തന്നെ തർക്കത്തിലുള്ള ഇസ്തിഗാസ, നമ്മളും സുന്നികളും തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതെന്താ? ശബ്ദം കേൾക്കുന്നിടത്ത് ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് വിളിക്കുന്നതാണോ തർക്കത്തിലുള്ള ഇസ്തിഗാസ? അല്ലല്ലോ. എവിടെയാണെങ്കിലും വിളിച്ചാൽ മഹാന്മാര് കേൾക്കും, കാണും, എന്റെ മനസ്സുള്ളത് അറിയും, എനിക്ക് ഉത്തരം നൽകും എന്നല്ലേ? അതല്ലേ തർക്കത്തിലുള്ള ഇസ്തിഗാസ? അത് ഇതിൽ ഇല്ല. സുഹൃത്തുക്കളെ, മൗലവി ഇവിടെ പറഞ്ഞൊരു വാറോല പറയാൻ പാടില്ലത്. വാറോല എന്നൊക്കെ പറഞ്ഞാലോ ഹദീസിന്റെ കിതാബിൽ എവിടെയും ഇല്ലാത്ത, സനദൊന്നും ഇല്ലാത്ത ഏതോ കിറ കിതാബിലുള്ളതാണ്. ഇത് ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബയുടെ ഗ്രന്ഥത്തിലുണ്ട്. യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ, നിങ്ങളെ മൃഗം നഷ്ടപ്പെട്ടാൽ വിജനസ്ഥലത്ത് വെച്ച് നിങ്ങൾ ഇങ്ങനെ പറയണം, ഒരു ദിക്റായിട്ട്, അള്ളാന്റെ അടിമകളെ എന്റെ വാഹന മൃഗത്തെ പിടിച്ചു വെക്കണം എന്ന്. മാത്രല്ല ഇമാം ബൈഹഖിയുടെ അൽ ആദാബ് എന്ന ഗ്രന്ഥത്തിലുണ്ട്. ബൈഹഖിയുടെ ആദാബിലുള്ളത് എന്താ? മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽപ്പെട്ട സാലിഹീങ്ങളായ ആളുകൾ ഈ ഹദീസ് ഉപയോഗിക്കാറുണ്ട്, അവരടുക്കൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഹദീസാണിത്. ബൈഹഖി പറഞ്ഞു. ഹിജറ 400കളിൽ ജീവിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ മുൻഗാമികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആരെയാണ്?
പൗരാണികരായ സലഫു സാലികൾ. പിന്നെ ഇമാം തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിലുണ്ട്. അതിലെന്താ പറഞ്ഞത്? വഖദ് ജുർരിബ, ഇതിൽ പറഞ്ഞ വിളിച്ചു നോക്കിയിട്ട് അതുകൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ മകൻ എഴുതിയ മസായിലുൽ ഇമാം അഹ്മദ് എന്ന ഗ്രന്ഥത്തിൽ സ്വന്തം ബാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ബാപ്പ പറയാണ്, ഞാൻ 5 തവണ ഹജ്ജിന് പോയി, നടന്നുപോയ സന്ദർഭത്തിൽ ഒരിക്കൽ വഴിതെറ്റിയ സന്ദർഭത്തിൽ ഈ ഹദീസ് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, വിജനമായ സ്ഥലത്ത് വെച്ച്, യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല തരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരൂ. ഞാനതിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വഴി തെളിഞ്ഞു കിട്ടി. അപ്പൊ ഇമാം അഹ്മദ് അനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയ ദിക്റിന്റെ ഗ്രന്ഥങ്ങളിൽ ഇബ്നു തൈമിയ്യയുടെ അൽ കലിമു തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, ആരാണ് ഇബ്നു തൈമിയ്യ? തൗഹീദിന്റെ വക്താവല്ലേ, ലോക സലഫികളുടെ നേതാവല്ലേ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, ഇമാം ശൗഖാനിയുടെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നവവിയുടെ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുള്ളൊരു ഹദീസാണിത്. അത് റസൂൽ വരെ എത്തുന്ന സനദ് സഹീഹല്ല. ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണതെന്ന് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ പറഞ്ഞു നാസറുദ്ദീൻ അൽബാനിയും. ആ റിപ്പോർട്ടിലുള്ളത് മലക്കുകളാണെന്ന്. ആരാണ് ഈ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളോ ജിന്നുകളോ ആണ്. കാരണം ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ അടിമകൾ. നമ്മൾ കണ്ണോട് കാണാത്ത അടിമകൾ ആരാ? ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന് ആണല്ലോ. അതങ്ങനെ തന്നെ ഇതിന് ഈ ഹദീസിന്റെ വ്യാഖ്യാനം എഴുതിയ ഒരുപാട് സലഫി പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആണെന്ന്. അത് തന്നെയാണ് ചെറിയ മുണ്ടോ എഴുതിയത്. കേട്ടില്ലേ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്ക് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ അതാണ്. ഇത് സക്കരിയ സലാഹി കൊണ്ടുവന്നതാ. ശരി, അന്ന് ആ വാദപ്രതിവാദത്തിൽ പങ്കെടുത്തപ്പോ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ജിന്നോ അല്ലെങ്കിൽ മലക്കുകളാണ്. അനീഫ് കായക്കോട് ഇല്ല അതില്, അംസബാഖം ഇല്ല അതില്, മജീദ് സലാഹില്ലേ. ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? 2004 കഴിഞ്ഞ് 2012 വരെ സക്കരിയാന്റെ മറുപടി ശരിയായില്ല. മണ്ണാർക്കാട് സംവാദത്തെക്കുറിച്ച് അഭിനന്ദനങ്ങളല്ലാതെ ഒരു വിമർശനവും നമ്മുടെ നേതൃത്വത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതിനുശേഷം എവിടേക്ക് എന്നെ വാദപ്രതിവാദത്തിന് അയച്ചു? ഞാൻ ശിർക്കൻ മറുപടിയാണ് പറഞ്ഞതെങ്കിൽ എന്റെ വാദപ്രതിവാദത്തിന് അയക്കുവോ? മാത്രല്ല 2007 അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം വന്നപ്പോ അത് മടവൂരികൾ കുത്തിപ്പൊക്കി, അരിമദനിയും കരിമ്പലാക്കലും റോട്ടിക്കിറങ്ങി മുജാഹിദുകളുടെ പേര് ശിർക്ക് ആരോപിച്ചുകൊണ്ട്. അത് പിന്നെ ഖുബൂരികൾ ഏറ്റെടുത്തു. അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് മറുപടി പറഞ്ഞു, അതിന് ശിർക്കില്ല. ഇന്ന് ഈ ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അനസ് മുസ്ലിയാർ തന്നെ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് മാസികയിൽ വന്ന പരാമർശത്തെ വ്യക്തമായി ന്യായീകരിക്കുന്നത് കേട്ടോളൂ. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി അറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രം പകലും ജിന്നുകളോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ നമ്മൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസ് നമ്മൾ നടന്ന മാതിരി. മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാല സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടുള്ള മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുദ്ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതോട്ടിങ്ങനെ നടക്കരുത്. വല്ലാതെ കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവരെ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദിൽ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകത കേട്ടോളൂ. അവർ പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ
പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് മനസ്സിൽ പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴികാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിന്റെ സഹായത്തേക്കം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയിൽ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത് കണ്ടോ? ആ വാചകം കൂട്ടിമാറ്റാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്ന് കേട്ടില്ലേ നിങ്ങൾ? വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, എവിടെയോ ഉള്ള ജിന്നോ എവിടെയോ ഉള്ള മലക്കോ കേൾക്കട്ടെ എന്നല്ല, ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ആരൊക്കെ മൂപ്പർ ഉദ്ദേശിച്ച് ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇത് പ്രാർത്ഥനയല്ല, ഇത് പ്രാർത്ഥനയാണെന്ന് അമ്പലക്കടവ് പൈസ പറഞ്ഞപ്പോ കളവ് എന്നാ ആര് പറഞ്ഞത്? അനസ് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് സത്യം എന്നാ. അമ്പലക്കടവ് പറഞ്ഞ സത്യമാണെന്നാ ഇപ്പൊ പറയണത്. അതിൽ പ്രാർത്ഥന ഉണ്ട് എന്നാ ഇപ്പൊ പറഞ്ഞത്. അത് മാറ്റി പറയണം. ഈ ക്ലിപ്പുകളൊക്കെ നിലനിൽക്കെ തന്നെ നമ്മൾ യോഗം കൂടി തീരുമാനിക്കുകയാണ് അതിൽ പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ? ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാര് ആ വിഷയത്തെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ സുഹൃത്തുക്കളെ, അത് വ്യക്തമായിട്ട് പറഞ്ഞു. അനസ് മൗലവി പറഞ്ഞു, നിങ്ങളത് കോട്ടിമാറ്റാണ്, അതിൽ പ്രാർത്ഥന അല്ല. ഇപ്പൊ അനസ് മൗലവി പറഞ്ഞെന്താണെന്നറിയോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അതിന് തെളിവില്ലാന്നേ ഞങ്ങൾ ന്യായീകരിച്ചിട്ടുള്ളൂ. ജബ്ബാർ മൗലിയ എഴുതിയതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോ എന്താ പറഞ്ഞത്? ഇത് നിലനിൽക്കിയ കളവ് പറയാ. മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ. ഇപ്പൊ പറയാ ആരാ മലക്കുണ്ട് എന്ന് പറഞ്ഞ്, ആരാ ജിന്നുണ്ട് എന്ന് പറഞ്ഞ്, മനുഷ്യൻ മാത്രമാണ് അവിടെ ഉദ്ദേശം. എന്നാ പിന്നെ അതൊരു വാർത്തയാണോ? ഒരാളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് എന്നിട്ട് വഴി തെറ്റിയിട്ട് വണ്ടിയേരിയോന്ന് വിളിച്ച്, അങ്ങനെ വിളിക്കണം എന്നാ പദ്രഹ്മാൻ സലഫി പറയുന്നത്. അങ്ങനെ വിളിച്ചിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് കൈ പിടിച്ച് രക്ഷപ്പെടുത്തി എങ്കിൽ അതൊരു വാർത്തയാണോ? അത് രേഖപ്പെടുത്തണോ കിതാബില്? പിൽക്കാലത്ത് ഇങ്ങനെ അച്ചടിച്ചു വന്ന കിതാബിലൊക്കെ തലമുറ തലമുറയായി പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ മലക്കോ ജിന്നോ അവിടെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർ അമൽ ചെയ്തത്. സുഹൃത്തുക്കളെ, ഈ യായിബാദുള്ളയെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും പറയുന്നത് കേട്ടോളി നിങ്ങൾ. അനസ് പറയാണ് അതിന്റെ കിട്ടിയത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താ, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താ, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദ് കൃത്യമായി പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ ഹാജറ ബീവി, ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിന് മറുപടി വരാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും നിവത്തീനീബി അർഷിഹ, ആരാണ് അർഷിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിന് മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിനൊന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ് 90-ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട്. ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള
ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിൽ കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ രൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദുൽ കൃത്യം. അപ്പൊ മുജാഹിദുകൾ പണ്ടേ ഇതിന് മറുപടി പറഞ്ഞിട്ടെന്നാ മൂപ്പര് പറയണത്. ഇതൊരു പുതിയ വിഷയമല്ല. യാ ഇബാദല്ലാ എന്നില്ലേ എന്ന് എതിരാളികൾ ചോദിക്കും. വിജനപ്രദേശത്ത് വെച്ച് എന്നാൽ അഗീസ് അഗീസ് എന്ന് സഫാ മറുവക്കടയിലൂടെ ഓടി അവസാനം മറുവയിൽ കയറിയപ്പോൾ ഒരു ഒച്ച കേട്ടു. 7ാമത്തെ തവണ ഫലം തറ അഹദൻ, ഒരാളെയും കാണുന്നില്ല ഹാജറ ബീവി. ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോ ആ ശബ്ദത്തോടായി തിരിഞ്ഞിട്ട് നീ എന്നെ സഹായിക്കൂന്ന് പറഞ്ഞില്ലേ? സുലൈമാൻ നബിയുടെ മുമ്പിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് ജോലി ചെയ്തിട്ടില്ല. ഇതിനൊക്കെ മുജാഹിദുകൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും പ്രാർത്ഥനല്ല, അതൊന്നും അഭൗതിക മാർഗത്തിലുള്ള സഹായതട്ടല്ലാന്ന് എതിരാളികൾക്ക് പണ്ടേ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങള്, ആ അനസ് മൗലവി ഇപ്പൊ പറയാണ് അവിടെ ഹാജറാബി പറഞ്ഞതും ശിർക്കാണ്, ഇബാദല്ലാ എന്ന് പറഞ്ഞാലും ശിർക്കാണ്, സുലൈമാൻ നബി ജിന്നുകളോട് വല്ലതും ചോദിക്കുകയോ പറയുകയോ ചെയ്ത് അതും ശിർക്കാണ് എന്ന്. അതിന് മറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കീഴ്പ്പെടുത്തി കൊടുത്തു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അതൊക്കെ മൂപ്പര് പിന്നെയും പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് നമ്മള് സക്കരിയ സലാഹി കൊണ്ടുവന്ന ചർച്ചയാണോ? 2007 ഏപ്രിൽ വന്നതിനു ശേഷം അതിനെ ന്യായീകരിച്ചുകൊണ്ട് അനസ് മൗലവി പറയാണ്. അനസ് മൗലവി ഇപ്പൊ പറയുന്നുണ്ട് അത് തെറ്റാണെന്ന് ഞങ്ങൾ ജബ്ബാർ മൗലവിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെട്ടില്ല. ശിർക്കാണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തോ? കൊടുത്തില്ല. മാത്രമല്ല അനസിനെ ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. അനസ് അതിന് പ്രാർത്ഥന ഇല്ല. ജബ്ബാർ മൗലവി പറയാണ് കുറച്ചേരം സംസാരിച്ചു, അനസിന് ബോധ്യായി. അപ്പൊ മൗലവിന്റെ വീട് എന്ന് പറഞ്ഞാൽ തുറക്കൽ അങ്ങോട്ട് മേലോട്ട് കയറി പോണം. അവിടെ നിന്ന് എയർപോർട്ട് ശരിക്ക് കാണാം. അപ്പൊ പോയിട്ട് പ്ലെയിൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ എനിക്ക് ഖഫാ തീർന്നു, എനിക്ക് അതിനെക്കുറിച്ച് അവ്യക്തത ഉണ്ട്, എന്നത് തീർന്നു. അങ്ങനെ ബോധ്യായ ഒരു പ്രാർത്ഥന ഇല്ല. എന്തിനു മൂപ്പർ അതിനനുസരിച്ച് പ്രസംഗിച്ച് നടക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, അദ്ദേഹം അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് അൽ ഇസ്തിഖാമ എന്ന് പറയുന്ന 2009 ആലപ്പുഴ ചന്ദ്രൂരിൽ വെച്ച് ഹനീഫ് കായക്കൊടി അടക്കമുള്ളവർ ജബ്ബാറിന്റെ സ്റ്റേജിൽ ഇരുത്തി ന്യായീകരിക്കുകയാണ്. കേട്ടോളൂ. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളം പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അപ്പൊ ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും അബ്ദുൽ ജബ്ബാർ മൗലവി 2009 പോലും ന്യായീകരിച്ച് സംസാരിക്കാണ്. അതിൽ പ്രാർത്ഥന ഇല്ല, അതൊരിക്കലും അല്ലല്ലാത്ത പ്രാർത്ഥിക്കണമെന്ന രേഖയല്ല. ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കില്ല. ഇങ്ങനെ വ്യക്തമായി പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയാണ് 2012 പറയണതിൽ ശിർക്കുണ്ട്. അപ്പൊ കൂട്ടരെ നമ്മൾ നേരത്തെ ശിർക്കില്ല എന്ന് പ്രസംഗിച്ചാല് അതിന് നമ്മൾ തൗബ ചെയ്താൽ മതി. എങ്ങനെയുണ്ട്? ഇവര് രണ്ടാൾ തൗബ ചെയ്തുകൊണ്ട് ഈ കാലഘട്ടം വരെയുള്ള ഈ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതല്ലേ ഇത്? നമ്മൾ മാത്രം പറഞ്ഞതാണോ? ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എന്ന് പറഞ്ഞിട്ടാ പറയണത്. ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നോ മലക്കൊണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ തേടാൻ പാടില്ല, ഒരു സഹായം ചോദിക്കാൻ പാടില്ല. ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. പക്ഷെ അത് ശിർക്കാവൂല. ശിർക്കാവൂല എന്ന് പറഞ്ഞത് ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞാൽ ആരൊക്കെ ശിർക്ക് ചെയ്തു? ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഇമാം ബൈഹഖി സാലിഹീങ്ങളായ അന്നത്തെ പണ്ഡിതന്മാർ ശിർക്ക് ചെയ്തു എന്നാണ് എഴുതി വെച്ചെന്ന് പറയേണ്ടി വരും. ഇമാം തൊബറാനി ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ മൗഖൂഫായത് റിവായത്ത് അദ്ദേഹം വരെ എത്തുന്ന സനദ് ഹസനാണെന്നാ പറയുന്നത്.
അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാക്കായിട്ട് അതിനെ പരിഗണിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. ഇത്ര ഗുരുതരമായ ഒരു ആപത്തിലേക്ക് അത് പോണത്. ഇപ്പൊ ഇവർ പറയാണ് എന്തിനാ ഇമാം അഹ്മദ് ചെയ്തത് പറയണത്, എന്താ ഇമാം ബൈഹഖിന്റെ കാര്യം പറയുന്നത്? അവരൊന്നും ചെയ്തത് ശിർക്കല്ല. അവരൊക്കെ ഈ ഹദീസ് സഹീഹാണ് എന്ന് വിചാരിച്ചാ ചെയ്തത്. നമുക്ക് ആ ഹദീസ് സഹീഹല്ല എന്ന് പിൽക്കാലത്ത് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന് അമൽ ചെയ്യണ്ട. അപ്പൊ നമ്മൾ വിജനപ്രദേശത്ത് നിന്ന് എന്താ വിളിക്കേണ്ടത്? യാ അല്ലാഹ് എന്ന് വിളിക്കണം, യാ റഹ്മാൻ എന്ന് വിളിക്കണം, യാ ഇബാദല്ലാഹ് എന്നല്ല വിളിക്കേണ്ടത്. ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല. ഇമാമിങ്ങൾ ചെയ്തതുപോലെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം ഇമാമിങ്ങൾക്ക് ആ ഹദീസ് സഹീഹാണെന്ന് തോന്നി, ഒരു ഹദീസ് ദഈഫാണെന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെട്ടാൽ ഏത് ഇമാം അതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതിൽ മാതൃകയില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഇതാണ് ലോക സലഫി പണ്ഡിതന്മാരുടെ നിലപാട്. നിങ്ങൾ നോക്കൂ, ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചു. സുഇല ശൈഖുനാ അൻ ഹദീസ് യാ ഇബാദല്ലാഹ് യഹ്ബിസു അൽ ജവാബ് മഹല്ലു നളരിൻ ഫീ സിഹ്ഹതിഹി. അത് സഹീഹാണോ എന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട്. സഹീഹാണെന്ന് പറയാൻ പറ്റൂല. വഖദ് യകൂനു മിനൽ മലായിക വമിൻ മുഅ്മിനി അൽ ജിൻ. അവിടെ ഇബാദല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളോ മുസ്ലിം ജിന്നുകളോ ആയിരിക്കാം. വഹാഉലാഇ ഹാളിറൂൻ. അവർ അവിടെ ഹാജരായിട്ടുണ്ട്, പ്രസന്റ് ആയിട്ട് അവിടെ ഉണ്ട്. വലൈസ ദുആഅൻ ലിഗായിബിൻ. അതുകൊണ്ട് ഇതൊരിക്കലും തന്നെ മറഞ്ഞവരോടുള്ള ദുആ അല്ല, പ്രാർത്ഥനയല്ല. ഇത് ശൈഖ് ഇബ്നു ബാസ് എഴുതിയതാ. അപ്പൊ അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിച്ച ആളാവില്ലേ സുഹൃത്തുക്കളെ? ഇതുപോലെ ഈ സംഗതിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള എത്രയെത്ര പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾ നോക്കൂ, അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ അൽ ബറാഹീനുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തിൽ, എല്ലാം ഖുറാഫികൾക്ക് മറുപടിയാണ്, അതിൽ അദ്ദേഹം പറയാണ് ലൈസ ഹുവ മിൻ ജിൻസിൽ ഇസ്തിആനത്തി ശിർക്കിയ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത അങ്ങനെയുള്ള കാര്യത്തിൽ സഹായം ചോദിക്കൽ ഇതിലില്ല. അതുകൊണ്ട് ശിർക്കിയായ സഹായതേട്ടം ഇതിലില്ല. അദ്ദേഹത്തിന്റെ മറ്റ് അല്ലാമ അഹ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഈസ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അർറദ്ദു അലാ ശുബ്ഹാത്തിൽ മുസ്തഈനീന ബിഗൈരില്ലാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബാദം മിനൽ മലായികത്തി ഔ സാലിഹി അൽ ജിന്നി. മലക്കുകളിൽപ്പെട്ട അല്ലാഹുവിന്റെ അടിമകൾ അല്ലെങ്കിൽ സ്വാലിഹായ ജിന്നുകൾ. അശേഖ് സുലൈമാൻ ബിൻ സഹ്മാൻ അദ്ദേഹത്തിന്റെ സവാഇഖുൽ മുർസല ശിഹാബിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇമ്മാ മുസ്ലിമു അൽ ജിന്നി ഔ മലായികത്തു മുകല്ലമൂൻ. ഒന്നുകിൽ മുസ്ലിം ജിന്നുകൾ അല്ലെങ്കിൽ മലക്കുകൾ. ഇതുപോലെ പല ഗ്രന്ഥങ്ങളിലും ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2004 ഞാൻ മണ്ണാർക്കാട് മറുപടി കൊടുത്തത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതിയും അത് തന്നെയാണ് അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കൊടിയും ന്യായീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ അധ്യാപകൻ അബ്ദുറഹ്മാൻ സലഫി, അദ്ദേഹത്തോട് 2009 കുട്ടികൾ ചോദിച്ചു ജാമ്യയിൽ നിന്ന്. മൂപ്പര ജിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, മൂപ്പര സ്പെഷ്യൽ ജിന്ന് ക്ലാസ് ജാമ്യയിൽ എടുത്തപ്പോ വേറെ ആർക്കും ക്ലാസ് എടുക്കാൻ പാടില്ല, മൂപ്പര ജിന്ന് തന്നെ അവിടെ പറ്റുള്ളൂ. അങ്ങനെ 2009 മൂപ്പര ക്ലാസ് എടുത്തപ്പോ ഒരു കുട്ടി ചോദിച്ചു, വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കാമോ? അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ഹദീസിനെ പറ്റി അല്ല കുട്ടി ചോദിക്കുന്നത്, കുട്ടിയുടെ തത്വം ചോദിക്കാണ്. വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാ ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോ മടവൂരികൾ പറയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി എന്ന്. എന്താ പറഞ്ഞത്? മുമ്പൊക്കെ നമ്മൾ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ സഹായം തേടലാണ് പ്രാർത്ഥന എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ ജിന്നിന്റെ വിഷയം വന്നപ്പോ സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന് മാറ്റി പറഞ്ഞു എന്ന് മടവൂരികൾ പറയുന്നുണ്ട്. അവരോട് എന്താണ് മറുപടി പറയുക? ഇതാണ് കുട്ടിയുടെ ചോദ്യം. ആ ചോദ്യവും അതിന് അബ്ദുറഹ്മാൻ സലഫി കൊടുക്കുന്ന മറുപടിയും 2009 കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്.
അവർ മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. കണ്ടോ, മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാലും സൃഷ്ടികളെ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാലും കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥത്തിലാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പൊ മനുഷ്യനോട് അതിന്റെ കഴിവിൽപ്പെട്ട ചോദിക്കാവൂ, അതിലപ്പുറം ചോദിച്ചാൽ പ്രാർത്ഥനയാവും. അപ്പൊ ജിന്നോ മലക്കോ ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണ് ചോദിച്ചെങ്കിൽ പ്രാർത്ഥനയാവൂല. ഏതൊരു സൃഷ്ടിയോടും അതിന്റെ കഴിവിന് അപ്പുറത്തുള്ളത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായത് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്, അത് സൃഷ്ടികളോടാവുമ്പോ ശിർക്കായി. കണ്ടില്ലേ, ഇതാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഇനി കേട്ടോളൂ. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല. അപ്പൊ മനുഷ്യ കഴിവിന് അതീതം എന്നതും സൃഷ്ടികളുടെ കഴിവിന് അതീതം പരസ്പര വിരുദ്ധമല്ല. അങ്ങനെ പ്രചാരണം മടവൂരികൾ നടത്താറുണ്ട്. ഇപ്പൊ നമ്മളെ നവമടവൂരികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സൃഷ്ടികളുടെ കഴിവിന് അതീതം എന്നാണ്. എങ്ങനെ അമ്പലക്കടവ് പൈസ പറഞ്ഞപ്പോ ഞാൻ ഇതിന് മറുപടി കൊടുത്തു. ഇതാ ഈ പുസ്തകം, അമ്പലക്കടവ് ഫൈസിയുടെ അന്തം കെട്ട ചോദ്യങ്ങൾ. അഹ്ലുസുന്ന ബുക്സ് പുറത്തിറക്കിയ പുസ്തകമാണ്. നിങ്ങൾക്ക് ഷാഫി സലാഹി ബന്ധപ്പെട്ടതിൽ കിട്ടും. ഈ കെ വിഭാഗം നമ്മളെ സംബന്ധിച്ച് ജിന്ന് വിഷയത്തിൽ നമ്മോട് 25 ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് വാദിച്ചപ്പോൾ ഈ ഉള്ളവൻ അതിന് ഇസ്ലാഹ് മാസിയിൽ മറുപടി എഴുതി. 25 മറുപടി കൊടുക്കുകയും ചെയ്തു, ഒരു 50 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തില് സൃഷ്ടികളെ കഴിവിന് അതീതം എന്നത് നമ്മൾ പുതുതായി കൊണ്ടുവന്നതല്ല എന്ന് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. 1944 ഇറങ്ങിയ അത്തൗഹീദ് എന്ന അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകം, കണ്ണൂർ. രണ്ടാമത്തേത് 1950 നമ്മുടെ MCC അബ്ദുറഹ്മാൻ മൗലവി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മതി മോനെ, ഒരു ഫോട്ടോ ഒക്കെ മതി. 1950 MCC അബ്ദുറഹ്മാൻ മൗലവി ഖുറാഫികൾക്ക് എഴുതി കൊടുത്തത് അതിലുണ്ട്. പിന്നെ 25 കൊല്ലം മുമ്പ് നടന്ന കൊട്ടപ്പുറം സംവാദത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി, അതിലൊക്കെ സൃഷ്ടികളെ കഴിവിന് അതീതം എന്നാ പറഞ്ഞിട്ടുള്ളത്, പുതുതായി ഉണ്ടാക്കിയതല്ല. അപ്പൊ 80കൾ ചെറിയമുണ്ട് എഴുതിയാലും ഞാനത് വായിച്ചു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മളൊരു രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടതില്ല എന്നാണ് ആര് പറയുന്നത്? അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെന്നാ. അതുകൊണ്ട് അത് നിർത്തി പറഞ്ഞു തരുന്നത് കേട്ടോളൂ എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈതു ലാ തറൗനഹു ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അത് നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക. അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, അങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ പലതും പലർക്കും വിചാരിക്കാം. ആരൊക്കെ? മലക്കാണ്, ജിന്നാണ്, മനുഷ്യനാണ്, അല്ലെങ്കിൽ മറ്റയാളാണ്, അത് വിചാരിക്കാം. അപ്പൊ മലക്കും ജിന്നോയിലുണ്ട്, മറക്കരുത്. എന്നാൽ ഈ വിളിച്ച ആളോ? ബാക്കി പറയട്ടെ. വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്? അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നു.
ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് അന്നഹൂക്കാന യഊദൂന റിജാലും മിനൽ ഇൻസി യഊദൂന ബി റിജാലിൻ മിനൽ ജിന്നി, ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്തെ ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. അപ്പൊ മൂപ്പർ ആദ്യം പറഞ്ഞു ഈ വിളിക്കണത് ആരെയാണ്? മലക്കാണ്, ജിന്നാണ്, മനുഷ്യനാണ്, മരിച്ചവരാണ്, അങ്ങനെ പലതും വിചാരിക്കാം. പക്ഷെ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നത് അവർ സഹായിക്കട്ടെ എന്നാണ്. പിന്നെ ഒരു സഹായം ആയിരുന്നൊക്കെ കിട്ടും? മലക്കളിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ചോദിച്ചിട്ടൊന്നും വേണ്ട, ചോദിക്കാതെ തന്നെ കിട്ടുന്നതാണ്. നമ്മളെ കാക്കാൻ വേണ്ടി അള്ള മലക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജാഹിലിയ കാലത്തുള്ളവർ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അഭയം തേടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ രീതിയിലേക്കോട്ട് പോകാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടി? മലക്കും ജിന്നും തന്നെ ആകാം ഉദ്ദേശം എന്നല്ലേ അതുകൊണ്ട് വരുന്നത്? അതൊന്നുകൂടി വ്യക്തമായി മൂപ്പര് ജിദ്ദയിൽ വെച്ച് പറയുന്നുണ്ട്. ആ ക്ലിപ്പ് കൂടി കേൾക്കുമ്പോ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഈ ക്ലിപ്പ് നമ്മൾ ഇട്ടപ്പോ മൂപ്പര് പറയുന്നത് അവിടെ ഞാൻ മലക്കിനെ ജിന്നെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യനെയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? ആദ്യം ഉദ്ദേശിക്കുന്ന കൂട്ടത്തില് മലക്കാണ്, ജിന്നാണ്, മരിച്ചവരാണ് പലതും വിചാരിക്കാം. പക്ഷേ ആരാണ് എന്റെ ശബ്ദം കേൾക്കുന്നത്? പിന്നെ മലക്കിനെയും ജിന്നിനെയും കാര്യം പിന്നെയും പറഞ്ഞു. അപ്പൊ അതിന് കിട്ടുന്നത് എന്താ? ഞാൻ മനുഷ്യനെയാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ പറഞ്ഞാൽ പോരല്ലോ, അന്നാണ് പറഞ്ഞൂടെ? ആ കുട്ടിന്റെ ചോദ്യം എന്താ? കുട്ടിന്റെ ചോദ്യം മനുഷ്യനെ വിളിച്ചാൽ കേൾക്കോ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നാണോ? അല്ലല്ലോ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന വിശ്വാസം ശരിയാണോ? ശരിയല്ല. അങ്ങനെ വിളിച്ചാൽ ശിർക്കാണ്. കഴിഞ്ഞില്ലേ? 1/2 മിനിറ്റ് മതി മറുപടി. പിന്നെ എന്തിനാ ഇതൊക്കെ വിശദീകരിച്ചത്? എന്തിനാ ഇപ്പൊ വിശദീകരിച്ചത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് മുജാഹിദ് പണ്ഡിതന്മാര് സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. ഹദീസ് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇസ്ലാഹ് മാസിയിൽ യാ ഇബാദത്ത് എന്നുള്ള ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി ഹദീസ് പറഞ്ഞോ? ആ കുട്ടി ഹദീസ് ചോദിച്ചോ? ഇല്ലല്ലോ. ഹദീസ് പറയാതെ തന്നെ ആ ഒരു തത്വം, ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സലഫി ഉലമാക്കൾ എഴുതിയിട്ടുള്ള തത്വം, ആ തത്വമാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. മലക്കിനെയും ജിന്നെയും ഉദ്ദേശിച്ച് വിളിച്ചാൽ ശിർക്കാണ്, മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ട് യാ ഇബാദത്ത് എന്ന് വിളിച്ചാൽ ശിർക്കാവൂല എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ. എന്തിനാ ഈ തെൽബീസ്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു 4 കൊല്ലം കഴിഞ്ഞിട്ട് പറയാ, അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ സുതാര്യമായി വിശദീകരിക്കുന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പറയുന്നെന്താ അറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പുറത്താക്കിയിട്ട് എനിക്ക് കൗൺസിലിൽ അപ്പീൽ കൊടുക്കാൻ പോലും സമയം തരാതെ കൗൺസിലിനിടയിൽ 3 മുഖാമുഖങ്ങൾ നടത്തി. ഒന്ന് കൊടുവള്ളി, ഒന്ന് എടവണ്ണ ജാമിയ, ഒന്ന് മുസ്താൻഡുലും. അത് മറക്കരുത്. ഈ 3 മുശിരിക്കാക്കൽ സമ്മേളനങ്ങളാ. മുജാഹിദ് പ്രവർത്തകരെ ശിർക്ക് ആരോപിക്കുന്ന ഈ 3 സമ്മേളനങ്ങളും പങ്കെടുത്ത ആളാണ് TP. എന്നിട്ട് അദ്ദേഹം പറയാണ് സക്കരിയ വിശദീകരിച്ചപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ഇങ്ങനെ കളവ് പറയാൻ മനുഷ്യന്മാർക്ക് എങ്ങനെയാ സാധിക്കണത്? സുഹൃത്തുക്കളെ, ആ മുശിരിക്കാക്കൽ സമ്മേളനത്തിൽ എടവണ്ണ വെച്ച് നടന്ന മുശിരിക്കാക്കൽ സമ്മേളനത്തിൽ രാത്രി 12:30 മണിക്ക് എന്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം കാട്ടി ഈ ജിന്നുകളെ വിളിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കുന്നത് മുഹദ്ദിസേ ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞിട്ട് വളരെ വയലന്റ് ആയിട്ട് മൂപ്പര് സംസാരിക്കാണ്. ഇവിടെ കേട്ടോളി, മഞ്ചേരി മൂപ്പര് കരഞ്ഞത് കേട്ടിട്ട് ചില ആൾക്കൊക്കെ കണ്ണീര് വന്നാണ്. ആരാണ് അബ്ദുറഹ്മാൻ സലഫി എന്ന് മനസ്സിലായിക്കോളി. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസ് പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്.
ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാം. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. നല്ല സംസ്ഥാന സെക്രട്ടറി ആകാൻ പറ്റിയ ആളാ. കണ്ടില്ലേ നിങ്ങള്? ഇയാളിപ്പോ കുപ്പായിട്ട് നടക്കണത്. ഇയാളെ പെണ്ണിയൻകുട്ടി മൗലവി ഇങ്ങനെ പൊക്കി എല്ലാ യോഗത്തിലും ഇപ്പോ അബ്ദുറഹ്മാൻ സൽഫിന്റെ മൗലൂദ മൂപ്പരെ പണി. അയാളെങ്ങനെ പ്രശംസിക്കുക, മൂപ്പരെ കാണുമ്പോ ഇയാളും പ്രശംസിക്കും, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കല. അതൊക്കെ രാഷ്ട്രീയക്കാരെ ശൈലിയാ. ഇരിക്കട്ടെ, ഇയാള് പറഞ്ഞോ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കാന്ന്. ആരാണോ നിന്നെ പഠിപ്പിച്ചത്? അപ്പൊ ഇവിടെ ആരൊക്കെയോ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കണം എന്ന് പറയുന്നുണ്ടെന്ന് വരുത്തിക്കുക. പച്ച കള്ളം. ഒരൊറ്റ റിപ്പോർട്ട്, ഒരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പറ്റുമോ? മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കണമെന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതന്റെ, ഒരു പ്രബോധകന്റെ, ഒരു പ്രസംഗത്തിന്റെ ശകലം, ഒരു ലേഖനത്തിന്റെ ശകലം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? പച്ച കള്ളം പറഞ്ഞിട്ട് പരിപാവനമായ ജാമ്യയുടെ ക്യാമ്പസിൽ വെച്ചിട്ട് ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കുക. രാത്രി 12ക്ക് നെടൽ യുദ്ധാണ്. കൊണ്ടുപാടാ അങ്ങോട്ട്. ആരുമില്ലല്ലോ, ഒറ്റക്കല്ലേ. എന്താ വെല്ലുവിളി കണ്ടോ? ചീറാണ്. അപ്പൊ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കണം എന്ന് ആരൊക്കെയാ പറഞ്ഞു. എന്നിട്ട് ചില ഏപിമാര് പറയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ, നമുക്ക് മരുഭൂമിന്ന് അല്ല മതി. അപ്പൊ മരുഭൂമിന്ന് അല്ല പോരാന്ന് നമ്മളാരോ പറഞ്ഞു. KV അബ്ദുൽ ലത്തീഫ് അലി ക്ലാസ് എടുക്കുക. എന്താ മരുഭൂമിയിൽ എന്താ അള്ളാഹ് സഹായിക്കാൻ കഴിയൂലേ? അല്ല കൊയങ്ങിയോ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനൊരു കൂട്ടർ ഇപ്പൊ കുത്തുബേരും കൂടി അതാ. പാദിൽ ലത്തീഫ് എന്ന് എടുത്തുണ്ടല്ലോ, പുതിയ ISM ഉണ്ടാക്കുമ്പോ കുപ്പായിട്ട് നടക്കാം മൂപ്പര് കൊടിയങ്ങുന്നുമ്പോ കഴിഞ്ഞ ആഴ്ച പതാണല്ലോ വിഷയം. യാ ഇബാദല്ലാഹ്. നമ്മള് നിച്ചിന്റെ ആളുകൾ ഇതിലേക്ക് ഇറങ്ങൂലെന്ന് നമ്മൾ വിചാരിച്ചത്. കാരണം പൊതുവായി എല്ലാവരും സഹായ സഹകരണങ്ങളോട് അമുസ്ലിങ്ങൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു വിഭാഗമാണല്ലത്. അതിൽ പെട്ടവർ വരെ ഈ മുശ്രിക്കാക്കൽ പ്രശ്നത്തിലേക്ക് ഇറങ്ങിക്കുക. ശിർക്കാരെ വിളിച്ചിറങ്ങുക തന്നെ. കോഴിക്കോട് അവൻ യോഗത്തിനുണ്ടല്ലോ, ആളുകൾക്ക് പോകാൻ തന്നെ മടി. കാരണം എന്താ? ഇത് ഒരു ഗ്രൂപ്പിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്. നിച്ചിനെ പോലെയുള്ളൊരു ദഅവത്ത് ഈ പ്രസ്ഥാനം അതിലേക്ക് നിന്നുകൊടുക്കുന്നത് ഒരിക്കലും മുജാഹിദുകൾ പൊറുപ്പിക്കൂല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നിച്ച് പ്രവർത്തിക്കുന്നത്. എന്നിട്ടൊരു ഗ്രൂപ്പിന്റെ ഹിഡൻ അജണ്ടക്ക് നിന്നുകൊടുക്കുകയോ അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. ഏതായാലും ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്നത് എന്താ അറിയോ? എവിടെ വെച്ചോ അള്ളാനെ വിളിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. എന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, അന്ത മുഹമ്മദ്, നീയാണോ മുഹമ്മദ്? അതെ. ഫഇലാമത്തദഉ, എന്തിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ഉ ഇലല്ലാഹി അസ്സ വജല്ല വഹദ, ഞാൻ ഏകനായ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ അല്ലാഹു ആരാണെന്നോ? മൻ ഇദാ കാന ബിക ദുർറുൻ ദഅവതഹു കശഫു അൻക, നിനക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ ആ അല്ലാഹുവിനോട് നീ പ്രാർത്ഥിച്ചാൽ അവൻ നിന്റെ ദുരിതം നീക്കിത്തരും. വമൻ ഇദാ അസാബക ആമു സനത്തിൻ ഫദഅവതഹു അംബതലക, നിനക്ക് ഒരു കൊല്ലം വറുതിയുടെ കൊല്ലമായി, വരൾച്ചയുടെ കൊല്ലമാണെങ്കിൽ ആ അല്ലാഹുവിനോട് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ചെടികൾ മുളപ്പിച്ചു തരും, സമൃദ്ധമായി വിളവുണ്ടാവും. വമൻ ഇദാ കുന്ത ഫീ അർളി ഖഫ്രിൻ ഫഅദ്ലൽത, നീ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ നിന്റെ വാഹനമൃഗം വഴിതെറ്റിപ്പോയി, എന്നാൽ ഫദഅഉതഹു, ആ റബ്ബിനെ നീ വിളിച്ചാൽ റദ്ദ അലൈക, നിന്റെ വാഹനമൃഗത്തെ നിനക്ക് കൊണ്ടുവന്നു തരും, അല്ലെങ്കിൽ നിന്നെ യഥാർത്ഥ വഴിയിലേക്ക് അല്ലാഹു മടക്കി തരും. ഫാസ്ലമ റജുൽ, ഇത് കേട്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ വിവരണം കേട്ടപ്പോ അയാൾ മുസ്ലിമായി. അപ്പൊ വിജനപ്രദേശത്ത് നമ്മൾ എന്താ വിളിക്കേണ്ടത്? യാ അല്ലാ, യാ റഹ്മാൻ എന്നാ വിളിക്കേണ്ടത്, അല്ല മണ്ടിയേരിയോ എന്നല്ല വിളിക്കേണ്ടത്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോളി സുഹൃത്തുക്കളെ. ഇനി യാ ഇബാദല്ലാ അഈനൂനി എന്ന കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് നടക്കണത് ആരാണോ നിന്നെ പഠിപ്പിച്ച മുഹദ്ദിസ് എന്നാ ചോദിക്കണത്. ആരാ ചോദിച്ചത്? അബ്ദുറഹ്മാൻ സലഫി ചോദിക്കാണ്. എന്നോടുള്ള ചോദ്യം. ഇന്നിപ്പോ മൂപ്പര് മുഹദ്ദിസ് അയച്ചിട്ടിരിക്കണം. അബ്ദുസ്സലാം സ്വലമി ഹദീസ് പണ്ഡിതനാന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പൊ പുറത്തു പോയാൽ ഈ ഹദീസിനോട് ചൊല്ലൊക്കെ അങ്ങനെ ആദർശത്തിന് പുറത്തു പോകുന്ന വരുത്തണം. സക്കരിയ സലാഹിന്ന് പനസ് മുസ്ലിയാർ പറയലില്ല. സക്കരിയ മൗലവി, CM മൗലവി, ചേകന്നൂർ മൗലവി, അക്കൂട്ടത്തിൽ കൂട്ടാൻ മതി. അതൊക്കെ നമുക്ക് തിരിയും ഇൻഷാ അല്ലാഹ്. അതൊക്കെ മുജാഹിദ് കേരളം തിരിച്ചറിയും. യാതൊരു പ്രശ്നമല്ല ഇൻഷാ അല്ലാഹ്. ഒക്കെ ഞങ്ങൾ നേരിടുക ചെയ്യും റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ. അപ്പൊ സുഹൃത്തുക്കളെ, യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിനെ സംബന്ധിച്ച് തന്നെ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ആരാണ് കള്ള ഹദീസും പിടിച്ചിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് ജിന്നുകളെ വിളിക്കാൻ വേണ്ടി ഹദീസ് പഠിപ്പിച്ച മുഹദ്ദിസ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചോദ്യം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക ആദ്യം. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും,
അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ കേനം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമാകട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. വിജനമായ പ്രദേശത്ത് വെച്ച് അള്ളാഹുവിന്റെ അടിമകളെ, യാ ഇബാദല്ലാ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ എന്നെ സഹായിക്കുമെന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അയാൾ പ്രാർത്ഥനയായിട്ടാണ്, ചോദ്യകർത്താവിന് അത്ര പേരിലുണ്ടാവുള്ളൂ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവൂല എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മാസികയിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ശിർക്കാവോ? ശിർക്കാകുകയാണെങ്കിൽ കേന്നമും ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാകണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോ മുഹദ്ദിസ് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാണ്. കണ്ടോളി, നമ്മളെ മുഹദ്ദിസിനെ കണ്ടോളി, എല്ലാവരും സ്ക്രീനിൽ നോക്കിയാൽ കാണാം. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നെ പഠിപ്പിക്കാണ് എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് അക്കമിട്ട മുമ്പ് പറയാ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് ജിന്നിനെയോ മലക്കിനെയോ വിളിച്ച് ചോദിച്ചാൽ അതിൽ ശിർക്കുണ്ടോന്നാണ്. അത് ശിർക്കുണ്ട്, വിളിക്കാൻ പാടില്ല എന്ന് ഖലാസ്, ഒറ്റ മറുപടിയുള്ളൂ. 1/2 മിനിറ്റ് മതി. മുമ്പര് വിവരിക്കുകയാണ്. എന്താ വിവരിച്ചത്? ദുആ ആണോ അത് ശിർക്കാണ്. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, തിമിംഗലാകട്ടെ, അങ്ങനെ പറയും മുമ്പര്. ഏതായാലും ദുആ ആണെങ്കിൽ അത് ശിർക്കാണ്. യാ ഇബാദല്ലാഹ് എന്ന് ഒരു ദുആ ആയിട്ട് അള്ളാഹു ചെയ്യാൻ പഠിപ്പിക്കുകയില്ല. അങ്ങനെ പഠിപ്പിക്കുന്നു വിചാരിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്ത്? പ്രാർത്ഥനയല്ല. അതെന്നെ ചെറിയമുണ്ടോ നേരത്തെ പറഞ്ഞത്? വിളിക്കുക, ക്ഷണിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. യാ ഇബാദ് എന്ന് പറഞ്ഞാൽ അത് അടിമകളോട് പ്രാർത്ഥനയല്ല. ചെറിയമുണ്ട പറഞ്ഞ അതേ മറുപടി തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇതിൽ പ്രാർത്ഥനയില്ല. ഇനി അടുത്തത് രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. കണ്ടോ? രണ്ടാമത് പറഞ്ഞ വിഷയം എന്താ? ഇതിന്റെ സനത് ന്യൂനതയുള്ള സനതാണ്. എന്നാ മൂപ്പർ അവിടെ പറഞ്ഞോ ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല?
സനദ് ന്യൂനത ഉള്ളതാണ്, അതുകൊണ്ട് നമുക്കിത് അമൽ ചെയ്യാൻ പാടില്ല, അമൽ ചെയ്യൽ ഹറാമാണ് എന്ന് പറയേണ്ട ആൾ എന്താ പറഞ്ഞത്? ഇതിലൊരു പ്രാർത്ഥന ഇല്ല, ഒരു വിളിച്ചു പ്രാർത്ഥന ഇതിലില്ല. മണ്ടിയേരിയോ എന്ന് പറയണമായിട്ട് പോലെ അതിലൊരു അപാകതയുമില്ല. അപ്പൊ ആരാണ് ഇപ്പൊ മരുഭൂമി ചെന്ന ജിന്നിനെ വിളിക്കാൻ പ്രേരിപ്പിക്കണത്? സക്കരിയ സലാഹിയ തന്നെ. ഹദീസിന് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അതിലൊരു അപാകത ഇല്ല, വിളിയില്ല പറയണത്. ഒരു വിളിച്ചു പ്രാർത്ഥന ഇല്ല ഇതില്. മണ്ടിയേരിയോ എന്ന് പറഞ്ഞ മറ്റേ സാധാരണ സംഗതിയാണ്. കണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് അതിൽ അപാകത ഇല്ല എന്നാ മൂപ്പര് പറയണത്. ഇത് ദുർബല ഹദീസാണ്, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. എന്നെ കുറിച്ച് പറഞ്ഞ് കാസർഗോഡ് ഹദീസ് സീഡിയിലുണ്ട്. ഇസാഖ് മോലി നീ കുട്ടികളെ സഹായിക്കാൻ കൊണ്ടേ കൊടുത്തു പറഞ്ഞില്ലേ? കൊണ്ടുവരും ഇസാഖ് മോലി. നിങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് ബഹുമാനിച്ചിരുന്ന ആളുകളാ. നിങ്ങളൊക്കെ നമ്മൾ തൊലി ഉരിക്കും. എവിടെ കാസർഗോഡ് ഹദീസ് സെമിനാറില്? നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? കാസർഗോഡ് ഹദീസ് സെമിനാറില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അതല്ലേ നിങ്ങൾ തെളിവും കൊണ്ട് നടക്കണത്? ഇപ്പൊ നിങ്ങളെ നേതാവായി കൊണ്ട് നടക്കുന്ന കോക്കസ് നേതാവ് ഇപ്പൊ എന്താ പറഞ്ഞത്? അതിലൊരു അപാകതയില്ല, അതിലൊരു വിളിച്ചു പ്രാർത്ഥനയില്ല. കണ്ടോ? ഇനി കേട്ടോളൂ നിങ്ങള്. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നയിടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. പിന്നെ ഇവിടെ ഇബാദത്ത് തീർത്ത് പറഞ്ഞാണ്. ഇനി പിന്നെ അതിൽ വർത്താനല്ല. 2012 തീർത്ത് പൊളിച്ച് അത് പ്രാർത്ഥന ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താക്കും. അതപ്പോ എനിക്കുള്ള ഞാൻ ഒപ്പിടാത്ത പ്രശ്നം അതാ. അതിൽ പ്രാർത്ഥന ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായി? കണ്ടോ ശിർക്ക് പ്രചരിപ്പിക്കുന്നു, കണ്ടോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. അദ്ദേഹം ആ പറഞ്ഞ നിലപാട് ഞാൻ പറഞ്ഞു. അതിൽ ദ്വാ അല്ല, അത് സാധാരണ വിളിയാണ്, അത് പ്രാർത്ഥന അല്ല, അതുകൊണ്ട് ശിർക്ക് വരൂല. മൂപ്പര് എന്താ പറഞ്ഞത്? ഇപ്പോ വ്യക്തമായിട്ട് മൂപ്പര് പറഞ്ഞു അത് അവരോടുള്ള പ്രാർത്ഥന അല്ല. പിന്നെ വിജനമായ സ്ഥലത്ത് മാത്രമേ ജിന്നുണ്ടാവുള്ളൂ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും വിളിക്കാന്നായിരുന്നു. ഇപ്പോ നമ്മൾ വിജനപ്രദേശത്ത് വെച്ച് ആരെങ്കിലും അങ്ങനെ ചെയ്താല് പണ്ടുള്ള ആളുകൾ ആ ഹദീസ് സഹിയാന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് അവര് ശിർക്ക് ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളൊരു തഖ്ലീദ് ചെയ്യണ്ട. അത് പറഞ്ഞതിന്റെ പേരില് എന്നെ കുറിച്ച് കുറ്റപത്രത്തിൽ പറയാ ഇമാം അഹ്മദ് ചെയ്തു എന്ന് പറഞ്ഞ് ഇതിന് അനുവദനീയമാക്കുന്നു. അബ്ദുറഹ്മാൻ സൽമീരി തയ്യാറാക്കിയ കള്ള കുറ്റപത്രത്തിലുള്ളതാ. നമ്മളത് പറഞ്ഞത് ഇമാം അഹ്മദ് ചെയ്തത് പറഞ്ഞത് ശിർക്കില്ല എന്ന് പറയാനാ. അവിടെ മാത്രമേ ജിന്നുണ്ടാവുള്ളൂ. ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം നമുക്ക് മാർക്ക് ചെയ്യാം. ജിന്നുള്ള എങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലായിടത്തും ജിന്നുണ്ടാവും. അത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്തു പറയുകയാണ്. ഇപ്പോൾ പറയുന്നത് ആണ് അല്ലെങ്കിൽ പുറത്താക്കും. ഇതാ പ്രശ്നം. ഇതേ ഉള്ളു ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഉണ്ണിക്കുട്ടി പറയാ യായ്ബാദെന്ന ചർച്ച ചെയ്യാൻ ഗൾഫിക്ക് പോണത്രേ. APDP ഒന്നും പോരണ്ട. നിങ്ങളൊരു നിവേദക സംഘത്തെ അയച്ചായി അബ്ദുറഹ്മാൻ സലഫിന്റെ നേതൃത്വം നിങ്ങളും പോന്നോളി, നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇവിടെ ചർച്ച ചെയ്തിട്ട് കൊളായില്ലപ്പോ. ഇവിടെ ഇപ്പൊ 8 കൊല്ലം ചർച്ച ചെയ്തിട്ട് കൊളായിതല്ല നിങ്ങൾ പറയണത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് ഇനിയും കൊളാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പണ്ഡിതന്മാരെ മുമ്പിൽ ഇരിക്കാം, നമ്മളെക്കാൾ വലിയ ആലിമീങ്ങളെ മുമ്പിൽ അവര് വിധി പറയട്ടെ. കേട്ടോ, ബാക്കി കേട്ടോളൂ എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവര് മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ്
എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. എന്താ പറഞ്ഞത്? ജിന്ന് ഈ ജിന്ന് മാത്രം പരിമിതപ്പെടുത്താൻ കഴിയൂല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ പറഞ്ഞെന്തറിയോ? ആര് പറഞ്ഞു ജിന്നുണ്ട്? ആര് പറഞ്ഞു ഇമാം അഹ്മദിൽ ജിന്നുണ്ട്? ആരാ പറഞ്ഞു? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. അങ്ങനെ റിവായത്തുണ്ട് എന്നാണ്. ഞാൻ എത്ര സ്റ്റേജ് ചുറ്റാ റിവായത്ത് കൊണ്ടുവരും. അഹ്ലുസുന്നത്തിന്റെ ഏത് കിതാബിലാണ് ആയിബാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിന്ന് മാത്രമാണെന്ന് പറയുന്ന റിവായത്ത്? മലായിക്കത്തും പൊടുന്ന റിവായത്തുണ്ട്. പിന്നെ മൂപ്പര് ഖുറാഫികൾ കേണിച്ചു കൊടുക്കാം. അറിയാത്തര മനുഷ്യരെ ഉദ്ദേശിച്ചും യാ ഇബാദല്ലാ എന്ന് വിളിക്കാം എന്നതിൽ പക്ഷാന്തരല്ല. എങ്ങനെയുണ്ട്? വിജനമായ സ്ഥലത്തെ ആരാ അവിടെ അറിയാത്ത മനുഷ്യന്മാര്? ഖുറാഫികളെ റിജാലുൽ ഗൈബ്. ഖുറാഫികള് ബദരീങ്ങളെയും മൊയ്തീൻ ഷെയ്ഖിന്റെ ഒക്കെ റൂഹ് ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അവര് വിളിച്ചാ കേൾക്കും. അവരാണ് റിജാലുൽ ഗൈബ് അല്ലേ? ആ റിജാലുൽ ഗൈബിനെ വിളിക്കാന്നുള്ള ഈ പക്ഷാന്തരല്ല. സംസ്ഥാന സെക്രട്ടറി തട്ടിവിടുക. ആര് പറഞ്ഞു പക്ഷാന്തരല്ലാന്ന്? പക്ഷാന്തരല്ല പറഞ്ഞാൽ തർക്കല്ലാന്നല്ലേ? അഭിപ്രായവ്യാസമല്ലാന്ന്. വലിയ അഭിപ്രായവ്യാസമുള്ള വിഷയമാണ്. ഖുറാഫികളെ വാദം തന്നെ അതാ. അറിയാത്ത മനുഷ്യന്മാരെ വിളിച്ചാൽ പിന്നെ ജിന്നും അതിലുൾപ്പെടും, മലക്കും അതിലുൾപ്പെടും. അപ്പൊ ജിന്നും മലക്കും പെടും. ആര് പറഞ്ഞു? മനുഷ്യൻ എന്നാണ് അബ്ദുറഹ്മാൻ സലഫി ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇപ്പൊ നമ്മളെ അനസ് മുസ്ലിയാർ പറയാണ്, ഇപ്പൊ നമ്മള് കടത്തുണ്ടല്ലോ, പെരിയാറിനൊക്കെ കടത്തുള്ള മൂപ്പര് അവിടെ. ഇപ്പൊ പുഴയ്ക്ക് കടത്തുള്ളപ്പോ രാത്രി 12 മണിക്കുന്ന കടത്തുകാരുണ്ടാവില്ല. അപ്പൊ നമ്മള് ഇത് കൂക്കും അല്ലേ? അതാരെയാ? ജിന്ന് തോണിയും കൊണ്ട് വരട്ടെന്ന് വിചാരിച്ചിട്ടാ ആലുവലുമ്പം പറയാ. അത് മനുഷ്യനാ ഉദ്ദേശം. അതുപോലെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞുകൊണ്ട് ഉദ്ദേശമുള്ളൂ, മനുഷ്യരേന്ന് ഉദ്ദേശിച്ചുകൊണ്ട് യാ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കാവൂല. ഇവിടെ മനുഷ്യരാന്നോ? ആ ജിന്ന് മാത്രമാണെന്ന് പരിമിതപ്പെടുത്താൻ പറ്റില്ല. അവരും പെടും, മലക്കുകളും പെടും. അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചും അങ്ങനെ വിളിക്കാം. ഇനി കേട്ടോളും ഒരു ബാക്കി. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാ അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. പിന്നെ അതിൽ ശിർക്ക് വരുന്നില്ല. ഇപ്പൊ പറഞ്ഞതിൽ ശിർക്ക് വരുന്നുണ്ട് എന്ന് പറയണം, അതിന് ഒപ്പിട്ട് കൊടുക്കണം. ജക്കരിയ സലാഹിയെ നിർബന്ധിച്ചൊപ്പിടിച്ചു. എന്തിന്? ശിർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ ശിർക്ക് വരും എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ മണ്ണാർക്കാട് ഞാൻ പറഞ്ഞ ഇസ്തിഗാസല്ല, ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. സലഫി ഉലമാക്കളുടെ മറുപടിയാണ്. അത് മാറ്റണം. ആരാ സുഹൃത്തുക്കളെ തൗഹീദിൽ വെള്ളം ചേർത്തുന്നത്? നിങ്ങൾ പറ, ആരാ പുതിയ ആദർശം കൊണ്ടുവരുന്നത്? ഇതാണ് തൗഹീദ് 2012 എന്ന് ഞങ്ങൾ പറയണത്. ഇത് 2012 പുതിയ തൗഹീദാണ്. 2006 അബ്ദുസ്സലാം സല്ലവി ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി. അതിന്റെ വാല് പിടിച്ചുകൊണ്ട് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടർ ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി. ഞങ്ങൾ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ തൗഹീദ് ഏതോ അതിൽ നിൽക്കണം. പണ്ട് ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും ശിർക്കല്ല, ഖിയാമത്ത് നാൾ വരെയും ശിർക്കല്ല. പണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെയും ശിർക്കാണ്. അല്ലെങ്കിൽ നമ്മളും ജമാഅത്തും തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? ജമാഅത്തെ ഇസ്ലാമിക്കാർ ശിർക്കല്ല ശിർക്കാണ് പിന്നെ ശിർക്കല്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യൽ ശിർക്ക്, സ്ഥാനാർത്ഥിയാകൽ ശിർക്ക്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കൽ ശിർക്ക്, MLA ആകൽ ശിർക്ക്, MP ആകൽ ശിർക്ക്, കോടതി പോലെ ശിർക്ക്, സ്കൂളിൽ പോലെ ശിർക്ക്, ഒക്കെ ശിർക്ക്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലിട്ടോ, മൂട്ടകടി കൊണ്ടോ, ഗോതമ്പക്കഞ്ഞി കുടിച്ചു, അപ്പോ പുറത്തു വന്നപ്പോ ശിർക്ക് ഇങ്ങനെ പോയി. ഒക്കെ ശിർക്കല്ല അങ്ങനെ പോയി. വോട്ട് ചെയ്യൽ ഹലാലായി, വോട്ട് ചെയ്യൽ പുണ്യായി. ഇപ്പൊ സർക്കാർ ജോലി, സംസ്ഥാന അമീറിന് വരെ സർക്കാർ ജോലിയാ. എന്നിട്ട് അമീർ പണിന്ന് അവസാനം ലീവ് എടുത്തിട്ട് 6 മാസം ജോയിൻ ചെയ്തു പെൻഷൻ കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഒക്കെ ഹലാലർക്ക് സുന്നത്താണ്. അപ്പൊ നമ്മൾ ജമാഅത്തേരോട് മറുപടി പറയുമ്പോ പറയും, ജമാഅത്തുകാരാ ഇസ്ലാമിൽ ഒരു കാര്യം ശിർക്കാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ശിർക്കല്ല എന്നാവോ? ഏത് ഇസ്ലാമാങ്ങളത്? അധികാരത്തിനു വേണ്ടി ഇലാഹി റബ്ബ് ഇബാദത്ത് ദീനെന്നീ 4 സാങ്കേതിക സംജ്ഞകള് മൗദൂദി ദുർവ്യാഖ്യാനം ചെയ്യിച്ച് ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതന്നെയല്ലേ പിന്നെ നമുക്ക് ജമാഅത്തിനോട് പറയാൻ പറ്റുമോ? ജമാഅത്തിന് ചോദിക്കൂലേ, നിങ്ങൾ കുറെ ശിർക്കല്ലാറിനെ ഈ കാര്യം ഇപ്പൊ നിങ്ങൾ ശിർക്കാണല്ലേ, അപ്പൊ നിങ്ങൾക്ക് മാറ്റം വന്നോന്ന് എന്തു പറയാൻ പറ്റും? ചില ആളുകൾ പറയണേ, എന്താ സക്കരിയ സലാഹിക്കത് ശിർക്കാണെന്ന് ഒപ്പിട്ട് കൊടുത്താല് കൂട്ടരെ ദീൻ ഇന്റേതാണോ എനിക്കിങ്ങനെ മാറ്റാനും മറിക്കാനും പറ്റുമോ? അള്ളാഹുവിന്റെ ദീനല്ലേ. ഒരു കാര്യം ശിർക്കോ കുഫറോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹു പറയണം, റസൂല് പറയണം.
വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഹറാം ഇത് ഹലാൽ എന്ന് നിങ്ങൾ പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിന്റെ പേര് നിങ്ങൾ കളവ് കെട്ടി പറയലാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടി പറയുന്നവർ വിജയിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ശിർക്കെന്നോ കുഫറെന്നോ ഹുക്മ് പറയണമെങ്കിൽ അത് അള്ളാഹു പറയണം, അല്ലെങ്കിൽ റസൂല് പറയണം. സുഹൃത്തുക്കൾ, ആരും ഇവിടെ ജിന്നിനെ വിളിക്കാന്ന് പറയുന്നില്ല. ഭൗതിക കാര്യം ചോദിക്കാന്നോ അല്ലെങ്കിൽ കൈവപ്പെട്ട് ചോദിക്കാന്നോ വിജനത്തെ ഒന്നും പറയുന്നില്ല. എല്ലാം ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണതെന്നാണ് തീർത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ടും നമ്മളെ പേരിൽ ശിർക്ക് ആരോപിക്കാണ്. ഉണ്ണിക്കുട്ടി മൗലവിയെ പറ്റി, ഇസ്ഹാഖ് മൗലവിയെ പറ്റിയൊക്കെ ഈ പൊതു സ്റ്റേജിൽ പാലക്കാട് വന്ന് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം അത്രമാത്രം ഇടപഴകി ജീവിച്ചവരാണ്. പക്ഷെ അവരതെല്ലാം മറന്നു. എന്നെ കുറിച്ച് അവർ ആളുകളെ കാതിൽ നിന്ന് കാതിലേക്ക് ഈ ശിർക്കാരോപണം കൊണ്ടുപോയി നമ്മുടെ പ്രവർത്തകർ തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുകയാണ്. തച്ചമ്പാറയിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെ വിളിച്ചപ്പോഴാണ് അപ്പോ വിജനപ്രദേശത്ത് വെച്ച് ഹാദറാജിനെ വിളിക്കാന്ന് സക്കരിയ കൈപ്രാൻഡ് എന്നുള്ള നമ്മൾ കേട്ടത്. ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? ആരാണ് ഈ സീഡി പ്രചരിപ്പിച്ചത്? എടവണ്ണയിലെ സീഡി അലനെല്ലൂരിൽ ഒരുത്തൻ വിതരണം ചെയ്യുന്നു. പാലക്കാഴിയിലും വെണ്ണിയാലിലും ഒക്കെ ഇങ്ങനെ ചില ആളുകൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. എടവണ്ണയിലെ മുശരിക്കാക്കൽ സമ്മേളനം ഇപ്പൊ കണ്ടില്ലേ ചേറിയത് ആ സീഡി, അത് കൊണ്ടേ കൊടുക്കാൻ ആളുകൾ. അപ്പോ ഇവിടെ ജിന്നിനെ വിളിക്കാന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടെന്ന് വരുത്തി തീർത്ത് KNM പിടിച്ചെടുക്കാനുള്ള തന്ത്രമായിരുന്നു അത്. ഉണ്ണിക്കുട്ടി മൗലവിയോട് വളരെ ബഹുമാനത്തോടെ പറയട്ടെ, മൗലവി 6 കൊല്ലായിട്ട് ഈ ചർച്ചയില്ല. ഇത് 2011 ഇലക്ഷനോടനുബന്ധിച്ച് അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയ ചർച്ചയാണ്. എന്തിനു വേണ്ടി? ഈ സംഘടന പിടിച്ചെടുക്കാൻ. ഈ സംഘടനയിൽ ഒരു കൂട്ടർ ഇതാ ശിർക്കിലേക്ക് പോകുന്നു എന്ന് വരുത്താൻ. എന്നിട്ട് യുവഘടകത്തെ മാറ്റി നിർത്തി ISM-നെ പിരിച്ചുവിട്ട് MSM-നെ പിരിച്ചുവിട്ട് പുതിയ ISM-ഉം പുതിയ MSM-ഉം ഉണ്ടാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ മുജാഹിദ് പ്രസ്ഥാനം, അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, അതിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സുലൈമാൻ സാഹിബിനെ പോലെയുള്ള നിഷ്കാമ കർമ്മികൾ പടുത്തുയർത്തിയതാണ് പാലക്കാട് ജില്ലയിലെ മുജാഹിദ് പ്രസ്ഥാനം. അലുവ കച്ചവടം നടത്തിയിരുന്ന അലി സാഹിബ്, അലി മൗലവി, നിങ്ങൾക്കറിയാം, വളരെ നിഷ്കളങ്കരായിരുന്നു അവരൊക്കെ സുലൈമാൻ സാഹിബിനെ പോലെയുള്ള നിഷ്കളങ്കരായ ആളുകൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ ഇന്ന് ഒരു കോക്കസിന് വേണ്ടി ഉണ്ണിക്കുട്ടി മൗലവി തീരെഴുതി കൊടുക്കാൻ ശ്രമിച്ചാൽ പാലക്കാട്ടെ മുജാഹിദുകൾ അത് ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് മാത്രമേ കുതന്ത്രമുള്ളൂ എന്ന് വിചാരിച്ചത്? നിങ്ങൾ കാണിച്ച കുതന്ത്രങ്ങളെ കെട്ട് ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല. പക്ഷെ മൂന്നാമതൊരു കക്ഷി ഇത് മുതലെടുക്കുമെന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ 6 മാസം ഞങ്ങൾ ക്ഷമിച്ചത്, മിണ്ടാതിരുന്നത്. എന്നിട്ട് നിങ്ങൾ നിഷ്കരുണം എന്നെ പുറത്താക്കിയ ഞാൻ വീട്ടിലേക്കും. പക്ഷെ നിങ്ങൾ പത്രങ്ങളിലൂടെ ശിർക്ക് ആരോപിച്ചു, നിങ്ങൾ സർക്കുലർ ഇറക്കി, നിങ്ങൾ മുഖാമുഖം നടത്തി, ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ മുശ്രിക്കായി ചിത്രീകരിച്ചു. മുവഹിദുകളെ മുശ്രിക്കാക്കുന്നത് ഇനിയും ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. ജനങ്ങൾ ചോദിക്കാണ്, പറയണ്ടേ, ഞങ്ങള് വിശദീകരിക്കണ്ടേ ഞങ്ങള്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസിന്റെ പേരിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാനല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ഇസ്ലാഹിൽ വന്നതിനെ പറ്റി ഇതിന്റെ ബാക്കി സലഫി പറയുന്നത് കേട്ടോളൂ. ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ ഇസ്ലാഹിലും ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. അപ്പൊ അൽ ഇസ്ലാഹില് ശിർക്കുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞോ? ഇപ്പൊ മൂപ്പരിന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞെന്താ? 4ാമത്തെ നമ്പർ, ജബ്ബാർ മൗലവി ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. മൂപ്പര് 2009 ശിർക്കുണ്ട് എന്ന് പറഞ്ഞോ? അതിൽ ചെറിയ സ്ഖലിതം സംഭവിച്ചു. നേരത്തെയുള്ള ക്ലിപ്പിൽ സ്ഖലിതം എന്നാണ്, അത് നമ്മൾ അവസാന ഭാഗം കാണിച്ചില്ല. ഇതിൽ പറയുന്നത് എന്താ? അതിൽ ചില തെറ്റ് വന്നിരുന്നു. ആ തെറ്റ് ലേഖകൻ തന്നെ തിരുത്തി ശേഷമുള്ള ലക്കത്തിലുണ്ട്. ലേഖകൻ തിരുത്തിയിട്ടില്ല. അനസ് മൗലവിയും കൂട്ടരും തിരുത്തി. അനസ് തന്നെ പറയുന്നത് തിരുത്തല്ല, വിശദീകരണമാണ്. കണ്ടോ? ശരി, നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെട്ടതല്ലേ? അനസ് മൗലവിക്കും അബ്ദുറഹ്മാൻ സലഫിക്കും അത് ശിർക്കാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ട് പിന്നെ 2012 വരെ 5 കൊല്ലം നിങ്ങൾ മുജാഹിദുകളെ വഞ്ചിക്കുകയായിരുന്നു. ശിർക്കായ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടും ശിർക്കല്ല. ഇപ്പോഴും മൂപ്പര് പണ്ട് ശിർക്ക് വരുന്നില്ല എന്നല്ലേ? എന്തിനാ ഞങ്ങൾ ന്യായീകരിച്ചത്? ഇസ്ലാഹ് മാസിയെ കൂട്ടിക്കെട്ടി ന്യായീകരിച്ചു. യാ ഇബാദത്തിന് ശിർക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇസ്ലാമിന് ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തേ പറഞ്ഞു മൂപ്പര്? എന്തേ പറഞ്ഞു? അത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞോ?
അതിൽ തെറ്റുണ്ടായിരുന്നു, അത് തിരുത്തുകയും ചെയ്തു. ലേഖകൻ തിരുത്തി, അതുകൂടി വായിച്ചാൽ ക്ലിയർ ആയി. ഇനിയും നിർത്തുന്നില്ല മൂപ്പര്. ഇനി ഹാജറ ബീവി സംഭവത്തിലേക്ക് പോവുക, ഇതൊന്നുകൂടി ക്ലിയർ ആക്കാൻ. യാ ഇബാദല്ലയിൽ ശിർക്കുണ്ടോ എന്ന ചോദ്യം ക്ലിയർ ആക്കാൻ ഏത് ഹദീസാ കൊണ്ടുവരുന്നത്? ബുഖാരി ഉദ്ധരിച്ച ഹാജറ ബീവി സംഭവം. കേട്ടോളി. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഒന്നുകൂടി ഞാൻ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ. അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ട് ഓടും, പിന്നെ ഇങ്ങോട്ട് ഓടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിഫ് അഗിഫ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് നിന്നെ സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ ആഗിഫ്? അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഗിഫ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ ആഗിഫ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, എനിക്ക് ഇവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. കണ്ടോ? അപ്പൊ ഇതിൽ പ്രാർത്ഥന അല്ല, സഹായ തട്ട് അതിലില്ല. എന്തിനാണ് ഇവിടെ ചോദിച്ചത്? യാ ഇബാദുള്ളനെ പറ്റിയ മറുപടി പറഞ്ഞപ്പോ ഇസ്ലാഹിനെയും കൂടി കൂട്ടി. ഇസ്ലാഹിൽ അബ്ദുൽ ജബ്ബാർ മൗലി എഴുതിയത് യാ ഇബാദുള്ളത്തെ ഒരു ബന്ധമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? നിങ്ങൾ എന്തിനാ ഇസ്ലാഹിൽ വന്നത് പറഞ്ഞത്? അത് യാ ഇബാദുള്ളേറ്റ് ബന്ധമല്ലാന്ന് പറഞ്ഞോ മൂപ്പര്? പറഞ്ഞില്ല. അപ്പൊ നമ്മളൊക്കെ അതേ ചെയ്തിട്ടുള്ളൂ. യാ ഇബാദുള്ള ഐനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെ ശിർക്ക് എന്ന് നമ്മൾ ചോദിച്ചു. അത് ചോദിച്ചത് അപ്പൊ എന്റെ പേര് ശിർക്കാരോപിക്കാനുള്ളത്. എന്നാ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് വല്ല ഷോക്കോസ് നോട്ടീസ് ഉണ്ടോ? ഈ സീഡ് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ജിദ്ദയിൽ 2009 പ്രസംഗിച്ച ഈ സീഡ് ഇന്നുമുണ്ട്. ഇപ്പോ മുഖ്യശത്രു എന്ന പേരിൽ ഒരു സീഡ് ഇറക്കിയിട്ട് അവസാനം വിചിന്തനത്തിന് പരസ്യം കൊടുത്തു. സംവാദം മൾട്ടിമീഡിയക്കാർ ഞങ്ങൾ ആ സീഡി പിൻവലിച്ചിരിക്കുന്നു. കാരണം നേതൃത്വം പിൻവലിക്കാൻ പറഞ്ഞതാ. പ്രസംഗിച്ച അയാള് പറഞ്ഞു എനിക്ക് ചില പണ്ഡിത അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ തെറ്റുപറ്റി. എന്നാ ഇവര് പിൻവലിച്ചോ? ഉണ്ണിയൻകുട്ടി വലി പറഞ്ഞല്ലോ, സക്കരിയ സലാഹി ഉണ്ടാക്കിയിട്ടുള്ള ഈ ആശയക്കുഴപ്പം തീർക്കാൻ എന്താ വിചിന്തനത്തിൽ ലേഖനം എഴുതിയാല്? എന്നാ അബ്ദുറഹ്മാൻ സൽഫിന്റെ ലേഖനം വരട്ടെ, അനസ് മൗലിന്റെ ലേഖനം വരട്ടെ, അനീഫ് കായക്കോടിന്റെ ലേഖനം വരട്ടെ. ഇത് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഹാജറ ബീവി സംഭവം എടുത്തു. എന്താ ഇവര് പറഞ്ഞത്? ഹാജറ ബീവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ആരെയും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം എന്നപ്പോ ചില ആളുകൾ ഡും 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 എന്നൊക്കെ പറയും. അതല്ല, ഒരു മനുഷ്യന്റെ ശബ്ദം പോലത്തെ ശബ്ദം. ഫലം തറാഹദൻ, ആളെ കാണുന്നില്ല, ഒച്ച കേൾക്കുന്നില്ല. അശരീരി എന്ന് പറയും. ശരീരമുണ്ട് പക്ഷെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. കണ്ടോ? അത് ശിർക്കായോ? ശിർക്കായില്ല. അതെന്നെ ഇസ്ലാഹിലേ ഉള്ളൂ. കേട്ടോളൂ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ആര് പറഞ്ഞു? ഹാജറ ബീവി പറഞ്ഞു,
എന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞാൽ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അപ്പൊ ഈ വാചകം ആജറ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ പറഞ്ഞു. ഇപ്പൊ സലഫിയും പറഞ്ഞല്ലോ. ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഗീസ് നീ എന്നെ സഹായിക്കുമോ? ആരാ അവിടെ? അത് മലക്കല്ലേ? മലക്കാന്ന് ആദ്യം അറിയോ? അറിയില്ലല്ലോ. ഈ മലക്കാന്ന് അറിഞ്ഞപ്പോ അതോ ശിർക്കായിപ്പോയല്ലോ, ക്ഷമിക്കണം കേട്ടോ, ഞാൻ ശിർക്ക് ചെയ്തു പോയി എന്ന് പറഞ്ഞോ ഹാജറ ബീവി? ഹാജറ സംഭവം നമുക്ക് മാതൃകയല്ല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. ശൈഖുൽ ഇബ്നു തൈമിയ്യ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നമ്മള് ഹാജറ ബീവിയുടെ സംഭവം ഇതാ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇസ്തിഗാസ അർ-റദ്ദു അലൽ ബക്രി എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയാണ്, വഖൗലു ഹാജർ അഗിസ് ഇൻ കാന ഇൻദക ഖൈറു ഗവാസ്. ഹാജറ ബീവി പറഞ്ഞല്ലോ, നീ എന്നെ സഹായിക്കുമോ, നിന്റെ അടുക്കൽ സഹായമുണ്ടെങ്കിൽ എന്ന വാക്ക് ഇൻ ജുഇല ഖൗലുഹാ ഹുജ്ജതൻ ഫി ശറഅ്, നമ്മുടെ ഈ ശരീഅത്തിൽ ഹാജറ ബീവിയുടെ വാക്ക് ഒരു ഹുജ്ജത്താണെങ്കിൽ ഫഇന്നമാ യദുല്ലു അലൽ ജവാസ്, നമുക്കും അങ്ങനെ ആളെ കാണാത്ത ഒച്ച കേട്ടാൽ സഹായം ചോദിക്കാം, അത് ജായിസാണ് എന്ന് വരും. വഇല്ലം യുജഅൽ ഹുജ്ജതൻ ഫി ശറഇ, എന്നാൽ അവരുടെ വാക്ക് നമ്മുടെ ഈ ശരീഅത്തിൽ ഹുജ്ജത്തല്ലെങ്കിൽ വഹുവ സ്വവാബ്, അതാണ് ശരി, അത് ഹുജ്ജത്തല്ല. ഫഇന്നഹാ ലൈസത്ത് നബിയ്യതൻ, കാരണം അവർ നബിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അവരാ വാക്ക് നമുക്ക് ഈ ശരീഅത്തില് തെളിവല്ല. എന്നാൽ ഫലാ യദുല്ലു അലാ ജവാസിഹി, അതുകൊണ്ട് ഹാജറ ബീവി ചെയ്തതുപോലെ ശബ്ദം കേട്ടാൽ സഹായം ചോദിക്കാൻ പറ്റില്ല, അത് ജായിസല്ല. അങ്ങനെ സഹായം ചോദിക്കണം ഇസ്ലാഹിലുമില്ല. ഒരാൾ അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. ഇതാർക്കുള്ള മറുപടിയാ? ഖുറാഫാത്തിലേക്ക് കൊണ്ടാകാനുള്ള ലേഖനം എന്നാ പറഞ്ഞത്. ഖുറാഫികൾക്ക് മറുപടി അത്. ജിന്നും മലക്കും അഭൗതിക ജീവികളല്ലേ, അവരുടെ കഴിവ് അഭൗതികമല്ലേ, അള്ളാഹ്ക്ക് മാത്രമേ അഭൗതിക കഴിവുള്ളൂ എന്ന് പറഞ്ഞ മുജാഹിദുകളെ, നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് ഖുറാഫി ചോദിച്ചപ്പോ അതിന് കൊടുത്ത മറുപടിയത്. ഇവരൊക്കെ സലഫി പണ്ഡിതന്മാരൊക്കെ ഇത് മറുപടി കൊടുത്തത് സൂഫികൾക്കും ഖുബൂരികൾക്കുമാണ്. അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തുമുള്ള നിലപാട് ഇതാണ്. എന്നാൽ ഹാജറ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെ ചോദിക്കാം. ശബ്ദം കേട്ട് ആളുടെ മലക്കിന്റെയോ ജിന്നിന്റെയോ സാന്നിധ്യം ഉറപ്പിച്ചാൽ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത് ആരാ? അനസ് മുസ്ലിയാരാ പറഞ്ഞത്.